കേരളീയർ ഓരുജല മത്സ്യങ്ങളെയോ കടൽ മത്സ്യങ്ങളെയോ ആണ് ശുദ്ധജല മത്സ്യങ്ങളെക്കാൾ ഇഷ്ടപ്പെടുന്നത്. സമീപകാലത്ത് കേരളത്തിൽ ഓരുജല മത്സ്യങ്ങളുടെയും കടൽ മത്സ്യങ്ങളുടെയും ലഭ്യത വർഷം തോറും കുറഞ്ഞുവരുന്നു. സാധാരണക്കാരായ കേരളീയരുടെ ആഹാരത്തിലെ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു പ്രധാന ഘടകമാണ് മത്സ്യം എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മത്സ്യം പ്രോട്ടീൻ, അവശ്യ ഫാറ്റി ആസിഡുകൾ, വൈറ്റമിനുകൾ, മിനറലുകൾ എന്നിവയുടെ നല്ല സ്രോതസ്സാണ്. ചില മത്സ്യങ്ങളിൽ കാൽഷ്യം, സിങ്ക്, വൈറ്റമിൻ എ, ഇരുമ്പ് എന്നിവ കൂടുതലുണ്ട്. മത്സ്യദൗർലഭ്യം ഭക്ഷ്യസുരക്ഷയെയും പോഷക സുരക്ഷയെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ വർദ്ധിച്ചുവരുന്ന ആവശ്യകത നേരിടാൻ ശാസ്ത്രീയ മത്സ്യകൃഷിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മത്സ്യകൃഷിയിൽ ഇപ്പോൾ ആഗോളതലത്തിൽ വ്യാപകമായി നടത്തുന്ന ഒരു സമ്പ്രദായമാണ് കൂടുകളിലെ മത്സ്യം വളർത്തൽ. ശുദ്ധജലാശയങ്ങളിലും ഓരോ ജലാശയത്തിലും കടലിലും കൂടുകളിൽ മത്സ്യകൃഷി ചെയ്യാം. മത്സ്യങ്ങളെ അനുയോജ്യമായ കൂടുകളിൽ വളർത്തുന്ന രീതിയാണ് കൂടുമത്സ്യകൃഷി. ഈ കൂടുകൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ, അതായത് ഉൾക്കടൽ, കായൽ, ശാന്തമായ തീരക്കടൽ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കണം. അവയ്ക്കുള്ളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് അനുയോജ്യമായ തീറ്റകൾ നൽകി വളർത്തി വിളവെടുക്കാം. കടൽ മത്സ്യകൃഷിക്ക് ശാന്തമായ കടൽ പ്രദേശമാണ് പറ്റിയത്. കേരളത്തിൽ അത്തരത്തിലുള്ള കടൽ പ്രദേശങ്ങൾ കുറവായതിനാൽ കടലിലെ കൂട് കൃഷിക്ക് അപകട സാധ്യത കൂടുതലാണ്. മാത്രമല്ല, കടലിൽ കൂടുകൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ചെലവ് കൂടുതലാണ്. എന്നാൽ നമുക്ക് ഈ ഓരോ ജലാശയങ്ങൾ കൂടുതലുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 1,50,000 ഹെക്ടർ ഓരോ ജലാശയങ്ങളുണ്ട്. ഇവയിൽ അനുയോജ്യമായ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് കൂട് മത്സ്യകൃഷിക്ക് ഉപയോഗിക്കാം. ഇത് താരതമ്യേന ചെലവ് കുറഞ്ഞതും അപകട സാധ്യത ഇല്ലാത്തതുമാണ്. ചെറുകിട സംരംഭകർക്കും ഒരു അധിക വരുമാന മാർഗമായി ഇത് ചെയ്യാവുന്നതാണ്. നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം ജലാശയങ്ങളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് മത്സ്യകൃഷിക്ക് ഏറ്റവും യോജിച്ചവയുമാണ്. കേരളത്തിലെ കർഷകർ ശുദ്ധജല മത്സ്യകൃഷിയിൽ നിന്നും കൂടുതൽ വാണിജ്യ മൂല്യമുള്ള ഓരുജല മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. ഈ ഒരു കാലഘട്ടത്തിൽ ഓരുജല മത്സ്യകൃഷിയിലെ കൂട് കൃഷി വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ ഒരു മേഖലയുമായി കൂടുതൽ നമുക്ക് അറിവ് തരാനായി ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ളത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എമറിറ്റസ് സയൻറ്റിസ്റ്റായ ഡോക്ടർ ജി ഗോപകുമാറാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അതിഥിയായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം CMFRI മണ്ഡപം ഡിവിഷനിൽ ധാരാളം സമുദ്ര ഊർജല മത്സ്യങ്ങളുടെ പ്രജനനത്തിന് വഴിയൊരുക്കി വ്യക്തിത്വം തെളിയിച്ച ആളാണ്. നമസ്കാരം സർ. പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുണ്ടാവും. തീർച്ചയായും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സർ, നമ്മൾ ഈ കൂട് കൃഷിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്താണ് ഈ ഓരുജല മത്സ്യകൃഷിയുടെ പ്രാധാന്യം എന്താണെന്ന് വിശദീകരിക്കാമോ? സാധാരണ ഭൂരിഭാഗം കേരളീയരുടെയും ജീവിതത്തിൽ
നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആഹാരമാണ് മീൻ. മീനുമായി കേരളീയർക്ക് അത്രയധികം തന്നെ ഒരു ആത്മബന്ധം ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു മത്സ്യ ഉൽപ്പാദന മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ അധ്യക്ഷം വഹിച്ച ഒരു കോളേജിലെ പ്രിൻസിപ്പൽ പറയുകയുണ്ടായി, എൻ്റെ വിഷയം കോമേഴ്സാണ്, പക്ഷേ എനിക്ക് മത്സ്യവുമായ ഒരു ആത്മബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വിശദീകരിച്ചപ്പോഴത്തേക്ക് ഞാൻ വർഷത്തിൽ 365 ദിവസവും മത്സ്യം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കേരളീയർക്ക് മത്സ്യവുമായിട്ടുള്ള ഒരു ആത്മബന്ധം. അപ്പോൾ നമ്മളുടെ ഭക്ഷ്യ സുരക്ഷയ്ക്കായിരുന്നാലും പോഷക സുരക്ഷയ്ക്കായിരുന്നാലും മത്സ്യം അതിപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മാംസാഹാരങ്ങളിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞതും മത്സ്യാഹാരം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രോട്ടീനും പിന്നെ എസൻഷ്യലായിട്ടുള്ള ഫാറ്റി ആസിഡുകൾ, വൈറ്റമിൻ എ, കാൽഷ്യം, സിങ്ക് മുതലായ പിന്നെ മിനറൽസ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ്റെ ധനികമായ ആഹാരം എന്ന് വേണമെങ്കിൽ മത്സ്യത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ വർഷം തോറും നമ്മളുടെ മത്സ്യത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നു. അതേസമയം നമ്മളിപ്പോൾ കാണുന്ന ഒരു കാഴ്ച, വർഷം തോറും ശരിക്കും മത്സ്യങ്ങളുടെ ലഭ്യതയിലുള്ള കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 3 വർഷം മുമ്പ് 6 കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ CMFRയുടെ കണക്കനുസരിച്ച് 6.7 ലക്ഷം മത്സ്യം ഉൽപ്പാദിപ്പിച്ചു. ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 6.7 ലക്ഷം എന്നുള്ള 5.7 ആയി. ഇപ്പോൾ കഴിഞ്ഞ വർഷമായപ്പോൾ നമ്മളുടെ CMFRയുടെ കണക്കനുസരിച്ച് 4.7 ലക്ഷം ടണ്ണായി. ഇപ്പോൾ ഊർജ്ജല മത്സ്യങ്ങളെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ബാക്കിയുള്ള ഉൾനാടൻ മത്സ്യങ്ങളെല്ലാം കൂടി ചേർത്താൽ തന്നെ ഒരു 2 ലക്ഷം ടൺ കൂടെ വരും. അപ്പോൾ ആവശ്യകത അതിൽ എത്രയോ ഇരട്ടി വലുതാണ്. അങ്ങനെ ഈ മത്സ്യങ്ങളുടെ ദൗർലഭ്യം എന്ന് പറയുന്നത് അമിത ചൂഷണം, കാലാവസ്ഥാ വ്യതിയാനം, പല കാരണങ്ങളുണ്ട്. ആഗോളതലത്തിൽ തന്നെ അത് വളരെ പ്രകടമായി വരുന്ന ഒരിതാണ്, ഒരു വസ്തുതയാണ്. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മത്സ്യകൃഷിയാണ്. മത്സ്യകൃഷി എത്രത്തോളം നമ്മൾ വ്യാപകമാക്കി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മത്സ്യ ദൗർലഭ്യത്തെ പരിഹരിക്കാൻ തീർച്ചയായും സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കൂട് മത്സ്യകൃഷി, ശരിക്കും പറഞ്ഞാൽ കൂട് മത്സ്യകൃഷി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മെച്ചമായ ഒരു കൃഷി രീതിയായി പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൂട് മത്സ്യകൃഷി ചെറിയ തോതിലുള്ള കേജ് മുതൽ കൂട് മുതൽ വൻതോതിൽ ആഴക്കടലിൽ വരെ കൂട് മത്സ്യകൃഷി ചെയ്യാം. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ നമ്മളുടെ തീരക്കടലുകൾ, കടലോരങ്ങൾ അത്ര ശാന്തമെന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ നമ്മൾക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന ഓരോ ജലാശയങ്ങൾ, കായലുകൾ, ശരിക്കും പറഞ്ഞാൽ 1,50,000 ഹെക്ടർ ഓളം കായൽ പ്രദേശം കേരളത്തിനുണ്ട്. അതിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 65,000 ഹെക്ടർ കൃഷിക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വളരെ ചെറിയ തോതിലുള്ള ഒരു ചെറിയ ഭാഗം മാത്രമേ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ മത്സ്യ ദൗർലഭ്യം പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം നമ്മളുടെ ഊർജ്ജല മത്സ്യകൃഷി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഊർജ്ജലത്തിലെ കൂട് മത്സ്യകൃഷിയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഊർജ്ജലത്തിൻ്റെ മത്സ്യകൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് സാറ് പറഞ്ഞു. അപ്പോൾ ഇനി കൂട് കൃഷിയുടെ പ്രത്യേകത എന്താണ്? കൂട് കൃഷി എന്ന് സാധാരണ ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ കൂട് കൃഷി ഒരു മത്സ്യക്കൂട്ടിനകത്ത് നമ്മളൊരു മത്സ്യക്കൂടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മത്സ്യക്കൂട് ജലാശയത്തിൽ പൊങ്ങി നിൽക്കണമെങ്കിൽ ഫ്ലോട്ട് ആവശ്യമുണ്ട്, ഒരു നെറ്റ് കേജ് ആവശ്യമുണ്ട്. ആ നെറ്റ് കേജിന്റെ നിലയ്ക്ക് അതിന്റെ ആ രൂപം കീപ്പ് ചെയ്യുന്നതിന് താഴെ ഒരു റിംഗ് പോലെ ഒരു ബല്ലാസ്റ്റ് എന്ന് പറയും, അത് ആവശ്യമാണ്. പിന്നെ ഇത് ആ ജലാശയത്തിൽ നിൽക്കുന്നതിനുള്ള ഒരു നങ്കൂരം ആവശ്യമാണ്. ഇതിനകത്ത് ഈ കൂട്ടിനകത്ത് നമ്മൾ കാണിക്കാം. ഈ ജലാശയത്തിൽ ഇതിനകത്ത് നമ്മൾ മത്സ്യങ്ങളെ ഈ കൂട്ടിനകത്ത് അതിനനുയോജ്യമായ രീതിയിലുള്ള മത്സ്യങ്ങളെ നമ്മൾ നിക്ഷേപിക്കും. ഇപ്പോ ഒരു കൂട് ഉണ്ടാക്കുന്നത് എന്ത് സാധനം കൊണ്ടാണ്? ഇപ്പൊ ഈ കാണുന്നതാണ് ഒരു മത്സ്യ കൂടിന്റെ ഒരു സാധാരണ രീതിയാണ് ഈ കാണുന്നത്. ഈ ഫ്ലോട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ചെറുകിട ആയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലോട്ട് ആയിട്ട് ഡ്രമ്മുകൾ ഉപയോഗിക്കാം, FRP ഉള്ള ഡ്രമ്മുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ ഓയിലൊക്കെ വരുന്ന ഡ്രമ്മുകൾ സീൽ ചെയ്ത് പെയിന്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അതൊരു ഫ്ലോട്ടായിട്ട് കൂട് പൊങ്ങി കിടക്കുന്നതിന് സഹായിക്കുന്നു. നെറ്റ് കൊണ്ടുള്ള ഒരു കേജ്, ഈ പടത്തിൽ കാണുന്ന പോലെ നെറ്റ് കൊണ്ടുള്ള ഒരു കേജ്
എന്നിട്ട് ഇത് ആങ്കർ ചെയ്യുന്നതിനുള്ള ഒരു നങ്കൂരം. ആ നെറ്റ് കൊണ്ടുള്ള കൂട്ടിനുള്ളിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. എന്നിട്ട് ഇതിനെ തീറ്റ കൊടുത്ത് വളർത്തുന്നു. ഇതിനെ വിളവെടുപ്പ് കാലമാകുമ്പോൾ എന്നിട്ട് കേജ് പരിപാലിക്കുന്നതിനുള്ള ചില ഇപ്പോൾ കേജ് ക്ലീൻ ചെയ്യുന്നതിന് അങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട്. തീറ്റ കൊടുത്ത് നമ്മൾ പിന്നെ ഇതിനെ ഏതാണ്ട് വിളവെടുപ്പ് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കാൻ ആവുന്ന ഒരു വലുപ്പമാകുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ വിളവെടുപ്പ് ചെയ്യുകയാണ്. ഇതാണ് ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ കൂട് മത്സ്യകൃഷി എന്നോട് ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പം ഈ കാണുന്നത് ഒരു കേരളത്തിലെ ഒരു ജലാശയത്തിലിട്ടിരിക്കുന്ന ഒരു ഓരുജല കായൽ, ഒരു ഓരുജല ജലാശയത്തിലിട്ടിരിക്കുന്ന സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള വില കുറഞ്ഞ കേജുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഡ്രം ഉപയോഗിച്ചാണ് ഫ്ലോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ വില കുറഞ്ഞ തടി കൊണ്ടുള്ള ഫ്രെയിം ഉപയോഗിക്കാം. നമുക്കിപ്പോ ഉപയോഗിക്കാം തീർച്ചയായും. ഇപ്പോ HDPE പോലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം അതിൽ നശിക്കാൻ നിൽക്കും. പക്ഷേ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സാധാരണ രീതിയിൽ കർഷകർക്ക് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ തടി ഉപയോഗിച്ചാൽ മതി. തടി ഉപയോഗിച്ചുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് അയൺ ഫ്രെയിം ഉപയോഗിച്ച് ഇരുമ്പ് കൊണ്ടുള്ള ഫ്രെയിം ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്ത് ഉപയോഗിക്കാം. അതുമല്ല കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്യുകയാണെങ്കിൽ HDPE ഫ്രെയിം നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് വെറും തടി കൊണ്ടുള്ള ഒരു കേജാണ് ഈ കാണുന്നത്. തടി കൊണ്ടുള്ള കേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേജാണ് ഈ കാണുന്നത്. തടി കൊണ്ടുള്ള ഒരു വാക്കുകയും രണ്ട് സൈഡിലും നടന്നു പോകാനുള്ള, കാരണം ഫീഡ് കൊടുക്കാനും തീറ്റ കൊടുക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം അതിൽ ഉണ്ട്. ഈ കൂടിന്റെ അടിഭാഗം തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അടിഭാഗം തുറന്നിട്ടില്ല. കൂടിന്റെ അടിഭാഗം മീനെല്ലാം രക്ഷപ്പെടുകൂലേ. അടിഭാഗത്തും വലയുണ്ട്. കൂട്, അതാണല്ലോ കൂടെന്ന് പറയുന്നത്. അപ്പൊ മത്സ്യങ്ങളെ കൂട്ടിനകത്ത് ക്ഷേപിച്ചാൽ മത്സ്യങ്ങൾക്ക് വെളിയിൽ പോകാനുള്ള സാധ്യതയില്ലല്ലോ. അതിന്റെ വിസർജ്യങ്ങൾ മാത്രമേ വെളിയിൽ പോകുള്ളൂ കണ്ണികളിൽ കൂടെ. അപ്പൊ ഇത് എല്ലാ വശവും നെറ്റുണ്ട്. മുകളിൽ വെച്ച് ബാക്കി വശങ്ങളെല്ലാം നെറ്റുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് ഈ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കൊച്ചിയിലിട്ടിരുന്ന ഒരു കേജായിരുന്നു. നമ്മൾ അവിടെ പരീക്ഷണാർത്ഥം നടത്തിയ ഒരു കൂട് മത്സ്യകൃഷിയാണ് കായലില്. അപ്പൊ ഇതില് HDPE കൊണ്ടുള്ള ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൗണ്ട് ആയിട്ടുള്ള കേജാണ്. ഇങ്ങനെയുള്ള അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കേജുകൾ പല സൈസിലും രൂപത്തിലും. ഇത് വേറെ ഒരു തടി കൊണ്ടുള്ള കുറച്ചുകൂടെ വിപുലമായ ഒരു കേജാണ്, തടി കൊണ്ടുള്ള കേജ്. അപ്പോൾ പല രൂപത്തിലും സൈസിലും നമ്മളുടെ ഏത് സ്ഥലത്താണോ നമ്മൾ കൂട് ചെയ്യുന്നത് ആ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് കേജുകൾ ഡിസൈൻ ചെയ്യാൻ കാണിക്കാനാണ്. ഈ കൂട് സ്ഥാപിക്കുന്നതിന് പ്രത്യേകം ഏതെങ്കിലും സ്ഥലം തീർച്ചയായും ഇപ്പോൾ എല്ലാ സ്ഥലത്തും കേജ് സ്ഥാപിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ കേജ് സ്ഥാപിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം ഏറ്റവും കുറഞ്ഞ 2 മീറ്റർ മുതൽ 3 മീറ്റർ വരെയെങ്കിലും ആ സ്ഥലത്തിന് താഴ്ച ഉണ്ടാവണം. അത് ഒരു ചെറിയ രീതിയിലുള്ള ജലത്തിന്റെ ഒഴുക്കെങ്കിലും ഉണ്ടാവണം. കാരണം തീരെ ഒഴുക്കില്ലെങ്കിലും മത്സ്യങ്ങളുടെ വിസർജ്യങ്ങൾ പോകാനുള്ള സാധ്യത, കെട്ടിക്കിടക്കും, പോകാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലം കൂടിനുള്ളിൽ കൂടെ ഒഴുകുമ്പോൾ മാത്രമേ അതിന് ഓക്സിജനും അങ്ങനെയുള്ള അതിനാവശ്യമായ ഘടകങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ കൂട് നമ്മൾ സ്ഥാപിക്കുന്ന സ്ഥലം മാലിന്യമുക്തമായിരിക്കണം. ഏറ്റവും ഒരു പ്രധാന ഘടകം അതാണ്. ഇപ്പൊ കേരളത്തിലെ പല കായലോരങ്ങളും ഇപ്പോൾ മലിനീകരണത്തിന്റെ പിടിയിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരിക്കലും അനുയോജ്യമല്ല. ശാന്തമായിരിക്കണം. 2 മുതൽ 3 മീറ്ററെങ്കിലും താഴ്ച ഉണ്ടായിരിക്കണം ആ സ്ഥലത്തിന്. ഇപ്പൊ കേജ് ഇടുമ്പോൾ കേജിന്റെ ഏതാണ്ട് 1 മീറ്റർ ഭാഗമെങ്കിലും ഈ ജലാശയത്തിന്റെ അടിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ മത്സ്യങ്ങളുടെ വിസർജ്യങ്ങൾ താഴേക്ക് പോയാലും അഴുകി ഹൈഡ്രേറ്റ് സൾഫൈഡുകളുള്ള വാദങ്ങളൊന്നും ഉണ്ടായി ഫിഷിന് നാശം ഉണ്ടാവാതെ ഇരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് പൊതുവെ നല്ലത്. അതുകൊണ്ട് ഒരു കേജ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയും കൂടെ നോക്കിയിട്ട് വേണം ആ കേജ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ തരത്തിലുള്ള കേജുകൾ ഉപയോഗപ്രദമല്ല. മാത്രമല്ല സാർ, ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ സ്ലോ ഫ്ലോയിങ് കാമായിട്ടുള്ള വാട്ടറിന് ഒരു പ്രത്യേക തരം കൂട്, ഇച്ചിരി നല്ല റഫായിട്ടുള്ള വാട്ടറിന് വേറൊരു കൂട്, അങ്ങനെ അതും അനുസരിച്ച് വ്യത്യാസം. വളരെ ശരിയാണ്. ഇപ്പോൾ വളരെ കാമായിട്ടുള്ള നമ്മളെ ഓരോ ജലാശയങ്ങളിൽ അത്രയധികം ശക്തമല്ലാത്ത രീതിയിലുള്ള കാലാവസ്ഥ, കറണ്ട്, വെള്ളത്തിന്റെ ഒഴുക്ക്, അങ്ങനെയുള്ള ഘടകങ്ങളുള്ളതുകൊണ്ട് ഈ കേജുകളെ മൂർ ചെയ്യുന്ന നങ്കൂരം, കേജുകളെ മൂർ ചെയ്യുന്ന സിസ്റ്റം ലളിതമായ മൂറിങ് മതിയാവും. അതേസമയം വളരെ റഫായിട്ടുള്ള ഒരു ആഴക്കടലിലാണ് നമ്മൾ ഇത് നിക്ഷേപിക്കുന്നതെങ്കിൽ ശക്തമായ മൂറിങ് ആവശ്യമാണ്. അപ്പൊ അതേപോലെ ഈ വെള്ളത്തിന്റെ നമ്മൾ കൂട് നിക്ഷേപിക്കുന്ന സ്ഥലത്തെ വെള്ളത്തിന്റെ ഒഴുക്ക്, ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മൾ കേജുകൾ ഡിസൈൻ ചെയ്യേണ്ടതും ആ കേജുകൾ സ്ഥാപിക്കേണ്ടതും. അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള കൂടും ഒരേ തരത്തിലുള്ള നങ്കൂരവും
ഒരിക്കലും എല്ലാ സ്ഥലത്തേക്കും പ്രായോഗികമല്ല. അത് വളരെ ശരിയായിട്ടുള്ള ഒരു പോയിന്റാണ്. പിന്നെ സാർ അപ്പം സ്ഥലം നോക്കിയിട്ട് ഡെപ്ത് നോക്കി, പിന്നെ ടെമ്പറേച്ചർ, അവിടുത്തെ pH, സലിനിറ്റി, ഇതെല്ലാം കർഷകർ നോക്കിയിട്ട് അല്ലേ ഇത് കേജ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘടകങ്ങളെല്ലാം വളരെ വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏത് മത്സ്യമാണ് നമ്മൾ കൂടുതൽ വളർത്താൻ ഉദ്ദേശിക്കുന്നുള്ളതനുസരിച്ചാണ് വെള്ളത്തിന്റെ ഘടകങ്ങൾ. ഏത് ഫിഷാണ് നമ്മൾ, ഏത് സീഡാണ് നമ്മൾ അതിന് സെലക്ട് ചെയ്യുന്നത്, അതനുസരിച്ച് വേണം അതിന്റെ pHഉം സലിനിറ്റിയും ഒക്കെ നമ്മൾ നോക്കാൻ. ഉദാഹരണത്തിന് ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ ജൂൺ മുതൽ നവംബർ വരെ നമ്മളുടെ മഴക്കാലമായിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് നവംബറിന് ശേഷം മെയ് വരെയുള്ള കാലഘട്ടം വേനൽക്കാലമായിട്ടും എടുക്കാം. അപ്പോൾ ഏതാണ്ട് 8 മുതൽ 10 മാസം വരെ കൃഷി ചെയ്താൽ മാത്രമേ ഒരു വിളവെടുപ്പ് നടക്കുകയുള്ളൂ. ഏത് മത്സ്യമായിരുന്നാലും ഒരു വാണിജ്യത്തിന് നമുക്ക് വിപണിയിൽ എത്തിക്കാവുന്ന തരത്തിലുള്ള ഒരു സൈസ് ആകണമെങ്കിൽ തീർച്ചയായും 8 മുതൽ 10 മാസം വരെ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ 8 മുതൽ 10 മാസത്തിലേക്ക് മൺസൂൺ അല്ലെങ്കിൽ മഴക്കാലം വരുന്നിരിക്കട്ടെ. അപ്പോൾ സാധാരണ ഈ ഓരോ ജലാശയങ്ങൾ പലതും അതിന്റെ ലവണാംശം കുറഞ്ഞ്, ലവണ സാന്ദ്രത കുറഞ്ഞ് ഏതാണ്ട് ശുദ്ധജലത്തിന് അടുപ്പിച്ചെത്തും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മത്സ്യങ്ങൾ ഈ ജലാംശം വളരെ കുറഞ്ഞ ശുദ്ധജലം ആയിത്തീരുന്ന സമയത്തും ഇതിന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് ടോട്ടലായിട്ട് മത്സ്യങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള മത്സ്യമാണ് നമ്മൾ അതിൽ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഉള്ള വാട്ടറിന്റെ ക്വാളിറ്റീസ്, വാട്ടറിന്റെ ക്വാളിറ്റി തിരഞ്ഞെടുക്കുക. ഓക്സിജൻ ആയിരുന്നാലും ഈ ക്ഷാരം, അമ്ലം എന്ന് പറഞ്ഞ pH, അതും ഓക്സിജൻ, ലവണാംശം, ഇതെല്ലാം ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മത്സ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതിനനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് കർഷകർ ഇത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം. ടോക്സിസിറ്റി ടെസ്റ്റും അതുപോലെ തന്നെ ഓക്സിജൻ, pH, സലിനിറ്റി എല്ലാ ടെസ്റ്റും അതുപോലെ ചെയ്യണം. ഇപ്പോൾ ഒരു കൂട്ടൽ മത്സ്യകൃഷി ഒരു സ്ഥലത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ വളരെ ലളിതമായ രീതിയിലും ചില കുറഞ്ഞ ടെസ്റ്റ് കിറ്റുകൾ കിട്ടും. ഓക്സിജൻ ആയിരുന്നാലും വെള്ളത്തിലെ ഇപ്പോൾ ലവണാംശമായിരുന്നാലും പലതും നമുക്ക് ഈ ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയ മീറ്ററുകളുണ്ട്. ഇപ്പോൾ സലൈനിറ്റിക്ക് ലവണാംശത്തിനാണെങ്കിൽ ചെറിയ മീറ്ററുകളുണ്ട്. അപ്പോൾ ആ മീറ്ററുകൾ വെച്ച് എളുപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കുറച്ച് ശാസ്ത്രീയമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ നഷ്ടപ്പെടാതെ ഇരിക്കാനും നമ്മളെ വിളവെടുപ്പ് കൂടുതൽ ഉൽപ്പാദനക്ഷമമാക്കാനും ഒക്കെ സാധിക്കും തീർച്ചയായിട്ടും. പിന്നെ സാർ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ടേർബിഡിറ്റി, കലക്കൽ വെള്ളം വരുന്നത് ഇച്ചിരി കൂടും. അപ്പോൾ ഈ ടേർബിഡിറ്റി വരുമ്പോൾ അത് മത്സ്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? ഈ വെള്ളത്തിന്റെ കലക്കൽ മത്സ്യങ്ങൾക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഒരു 100 മില്ലിഗ്രാം പെർ ലിറ്റർ, അത് 1 ലിറ്ററിൽ 100 മില്ലിഗ്രാമിൽ കൂടുതൽ കലക്കൽ വരികയാണെങ്കിൽ മത്സ്യങ്ങൾക്ക്. സാർ നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. വിളിച്ചോളൂ, സംസാരിച്ചോളൂ. ഓക്കെ, എനിക്ക് അറിയേണ്ട, ഞാൻ വീട്ടുവളപ്പിൽ തന്നെ ഗപ്പി കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് പറ്റിയ കേജ് അല്ലെങ്കിൽ ഈ ഒരു ബ്രീഡിംഗ് ടൈമിൽ ഉള്ള ഒരു കേജ് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ അതിന്റെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഫ്രൈക്കുള്ള ഫീഡ് എന്താണ്? അദ്ദേഹം ഗപ്പി കൃഷി നടത്തുന്ന കാര്യമാണ് പറയുന്നത്. ഗപ്പിയുടെ കൃഷി, വീട്ടുവളപ്പിൽ ഗപ്പി കൃഷി നടത്തുന്ന കാര്യമാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന കോളാണ്. കുറച്ചും കൂടെ ഉറക്കെ ഒന്ന് സംസാരിക്കാമോ വിനോദ്? കുറച്ചും കൂടെ ഒന്ന് ഉറക്കെ സംസാരിക്കാം. വീട്ടുവളപ്പിൽ തന്നെ ഗപ്പി കൃഷി നടത്തുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് ഗപ്പി ഈ ഡെലിവറി ടൈമിൽ എങ്ങനെ ഒരു കേജ് പ്രിപ്പയർ ചെയ്യാം? അതായത് ഗപ്പി പ്രസവിക്കുകയാണ് ചെയ്യുന്നത്, ആ സമയത്ത് നല്ലൊരു കേജ്, അതായത് ആ കുഞ്ഞുങ്ങൾ താഴെ വരുന്ന രീതിയിൽ ഒരു കേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഗപ്പി തന്നെ കുഞ്ഞുങ്ങളെ തിന്നുകളയും. മാക്സിമം കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് സേവ് ചെയ്തിട്ട് ഒരു കേജ് ഉണ്ടാക്കാം? ഇപ്പോ ഈ വീട്ടുവളപ്പിൽ ഗപ്പി കൃഷി ചെയ്യുന്നത് കുളത്തിലാണോ? അല്ലല്ല, ടാങ്കുകളിലാണ്, വലിയ വലിയ ടാങ്കുകളിലാണ്. അപ്പോൾ ഇതിലിപ്പോ ഈ ഗപ്പി കുഞ്ഞുങ്ങളെ അത് വലിയ വലിയ ഗപ്പികൾ ഭക്ഷിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി ചെറിയ കുഞ്ഞുങ്ങളെ കൂട്ടിലാക്കണമെന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. അതിന് ശരിക്കും പറഞ്ഞാൽ ഈ മത്സ്യകൃഷിയുമായി ബന്ധമല്ല. എന്നാലും ഞാൻ പറയാം, ഈ ഗപ്പി പ്രസവിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ചെറിയ കേജുകളിലാക്കി, ഇപ്പോൾ ടാങ്കിനകത്താണെങ്കിൽ ടാങ്കിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ കേജ് എന്ന് പറയാൻ ഒരു ചെറിയ കൂട് പോലെ ഒരു വല കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ സൂക്ഷിക്കുന്നത് ഇങ്ങനെ മറ്റ് വലിയ ഗപ്പികൾ ഇതിനെ ഭക്ഷിക്കാതിരിക്കുന്നതിന് തീർച്ചയായും സഹായമായിരിക്കും. ഓക്കെ ഓക്കെ. അല്ല ആ കേജ് ഡിസൈൻ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്യണോ അതോ നോർമൽ ആയിട്ട് ചെയ്താൽ മതിയാവോ? ഒരു
3 ഭാഗം സൈഡും അടിഭാഗം മാത്രം കവർ ചെയ്തിട്ട് നെറ്റ് കൊണ്ട് വല്ലതും കവർ ചെയ്തിട്ട് ചെയ്താൽ മതിയാവോ, അതോ വേറെ എന്തെങ്കിലും രീതിയിൽ പ്രിപ്പയർ ചെയ്യണോ? ഇല്ല, ഇതിന് വലിയ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു സാമാന്യ ഒരു പ്രാക്ടിക്കൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ ഈ കേജുകൾക്ക് ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ വെളിയിൽ പോകാത്ത രീതിയിലുള്ള കണ്ണികളുള്ള കേജുകളിൽ ചെറിയ കേജുകൾ 3-4 വല കൊണ്ടുള്ള ചെറിയ കേജുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ ടാങ്കിനകത്ത് തന്നെ സ്ഥാപിച്ചാൽ ധാരാളം മതിയാവുന്നതാണ്. വിളിച്ചതിന് നന്ദി സർ. നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. പിന്നെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും നമുക്ക് ഒരു ജലാശയങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ മത്സ്യങ്ങളുടെ ഇപ്പോൾ ഓരോ ജലാശയങ്ങൾ കൃഷി ചെയ്യുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രത്യേകിച്ച് ഈ ലവണാംശങ്ങളുടെ കേസിൽ ലവണം അതായത് സലൈനിറ്റി എന്ന് പറയും. സലൈനിറ്റി കുറഞ്ഞാലും ജീവിക്കുന്ന മത്സ്യങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കേരളത്തിലെ ജനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പടത്തിൽ കരിമീൻ ഇപ്പോൾ കേരളത്തിൽ നല്ല വാണിജ്യ സാധ്യതയുള്ള മത്സ്യമാണ്. അപ്പോൾ കരിമീനുകളെ കൂട്ടിൽ വിജയകരമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനവും പിന്നെ ചെന്നൈയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ മത്സ്യകൃഷി സ്ഥാപനം ഇവരെല്ലാം വിജയകരമായി കൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം അത് പറ്റിയ ഒരു മത്സ്യമാണ്. പിന്നെ ഈ ചിത്രത്തിൽ കാണുന്ന കണമ്പ് അല്ലെങ്കിൽ തിരുത എന്ന് പറയും, മള്ളറ്റ്. ഇതും ഈ ഓരു ജലത്തിലെ വളരെ ഭംഗിയായി വളരുന്ന ഒരു മത്സ്യമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ കാണുന്നത് പാൽമീൻ എന്ന് പറയും, ചാനോസ് പൂമീൻ എന്ന് പറയും. അപ്പോൾ അതും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കേരളത്തിലെ ഓരു ജലാശയങ്ങൾ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ഈ പാൽമീൻ എന്ന് പറയുന്നത്. അതേപോലെ കാളാഞ്ചി, സീബാസ് എന്നാണ് പേരെങ്കിലും ഇത് ഓരു ജലത്തിലും ഈവൻ ശുദ്ധജലം വരെയും വളർത്താവുന്ന ഒരു മത്സ്യമാണ് ഈ കാളാഞ്ചി. അതും നല്ല വാണിജ്യ സാധ്യതയുള്ള മത്സ്യമാണ്. അത് ഉപയോഗിക്കാൻ പറ്റും കാളാഞ്ചി. അപ്പോൾ അതിനും ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ പ്രധാനമായും ഇതിന് കണക്കാക്കുന്നത് എത്രത്തോളം ലവണാംശം അല്ലെങ്കിൽ സലൈനിറ്റി ഇതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയും, ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, എന്റെ പേര് അർജുൻ എന്നാണ്. എവിടുന്നാണ്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ. സാർ നമസ്കാരം. ഞാനൊരു ഒരു ശുദ്ധജല മത്സ്യത്തിന്റെ ഇതിന് ചെയ്യാനായിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നേ. ശുദ്ധജല മത്സ്യത്തിന്റെ കൂട് കൃഷിയോ? അല്ല, കൂടല്ല, നമ്മൾ ഓപ്പൺ കൃഷിയായിട്ട് തന്നെ പോണ്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ സ്വകാര്യ വ്യക്തികൾക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ അതിന്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയായിരുന്നു. ഇതിന് ശരിക്കും ശുദ്ധജല മത്സ്യകൃഷിയും വ്യാപകമായി ചെയ്യാവുന്നതാണ്. ഉൾനാടൻ മത്സ്യകൃഷി വ്യാപകമായി ചെയ്യാവുന്നതാണ്. കാർപ്പ് പോലെയുള്ള മത്സ്യങ്ങൾ തീർച്ചയായും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആനുകൂല്യങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നതിന് കേരളത്തിലെ ഫിഷീസ് ഡിപ്പാർട്ട്മെന്റ്, നബാർഡ്, പിന്നെ ദേശീയ തലത്തിൽ പറയുകയാണെങ്കിൽ നാഷണൽ ഫിഷീസ് ഡെവലപ്മെന്റ് ബോർഡ്, ഇവരൊക്കെയാണ് ഈ ഫൈനാൻസിങ്ങുമായിട്ട് ഇതിന് ധനസഹായം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ. അപ്പോൾ തീർച്ചയായും ഒരുപാട് സ്കീമുകളുണ്ട്. ഈ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പല സ്കീമുകൾ കേരള ഗവൺമെന്റിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും അതേപോലെ തന്നെ നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾക്കും NFDBക്കും ഒക്കെ തീർച്ചയായും ഉണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇങ്ങനൊരു താല്പര്യം ഉള്ളതുകൊണ്ട് താങ്കൾക്ക് തീർച്ചയായും അതിനെപ്പറ്റി ഒരുപാട് അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഒരു ധനസഹായം ലഭിക്കാനും തീർച്ചയായും സഹായമെന്നാണ് ഞാൻ കരുതുന്നത്. സാറ് ഇപ്പോൾ സൂചിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ, നേരത്തെ സൂചിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതാണ്. നമ്മൾ കൂടുതലും ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഓരുജല മത്സ്യകൃഷി, ഓരുജലത്തിലെ കൂട് മത്സ്യകൃഷിയെക്കുറിച്ചുള്ളതാണ്. കൂടുതലും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വിളിച്ചതിന് നന്ദി. സർ, നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരുമ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഏതൊക്കെ തരം മീനുകളാണ് നമ്മൾ കൂട് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം തിലാപ്പിയ, പിന്നെ കുറെ ഫിഷ്, കാളാഞ്ചി, കാനോസ്, മിൽക്ക് ഫിഷ്, ലാറ്റസ്,
ഇങ്ങനെയുള്ള മത്സ്യങ്ങളാണ് കൂടുതൽ. ഇത് വാണിജ്യ സാധ്യതയുണ്ട്, അതേസമയം ഈ ഓരുജലത്തിലെ കൃഷിക്ക് അനുയോജ്യവുമാണ്. യൂറി ഹാലൈനാണ്, എല്ലാ തരത്തിലും സലിനിറ്റി ടോളറന്റ് ആയിട്ടുള്ള ഫിഷസ് ആണ്, മത്സ്യങ്ങളാണ്. ഇപ്പോ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള, അതിന്റെ വളർച്ചയെ ബാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഈ മത്സ്യങ്ങൾക്കെല്ലാം നല്ല വാണിജ്യ സാധ്യതയുണ്ട്. നമ്മൾ മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു ഫാക്ടർ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒരു ജലത്തിലേക്കുള്ള മത്സ്യകൃഷിക്ക് എടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. തീർച്ചയായും നമ്മൾ ഏത് സ്ഥലത്താണോ കൂട് സ്ഥാപിച്ച് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാസങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞ 8-10 മാസങ്ങളെങ്കിലും വേണ്ടി വരും. ആ മാസങ്ങളിൽ മഴക്കാലമാണെങ്കിൽ അപ്പോൾ എത്രത്തോളം ഈ സലനിറ്റി അല്ലെങ്കിൽ ലവണ സാന്ദ്രത കുറഞ്ഞു വരും എന്ന് കണക്കിൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കേണ്ടത്. സർ, ഇപ്പം ഗിഫ്റ്റ് തിലാപ്പിയുടെ കാര്യം പറഞ്ഞല്ലേ, ഗിഫ്റ്റ് തിലാപ്പിയ സാധാരണ നമ്മൾ ഇവിടെ കൾച്ചർ ചെയ്യാൻ കേരളത്തിൽ അനുവദിക്കുന്ന ഒന്നാണോ പുറമെ? കാരണം ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയാണ് ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്നത്. അപ്പം ഈ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ GMOക്കൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് നോ പറയുന്നൊരു കാലഘട്ടമാണത്. അപ്പം നമ്മൾ ഈ ഗിഫ്റ്റിൻ്റെ പുറകെ പോയാൽ എന്തെങ്കിലും പ്രശ്നം, അത് മറ്റുള്ള തിലാപ്പിയായിട്ട് എങ്ങാനും ബ്രീഡ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഈ ഗിഫ്റ്റ് തിലാപ്പിയ യാതൊരു രീതിയിലുള്ള ബാനും ഇല്ല, ചെയ്യാവുന്നതാണ്. കാരണം ഇതിപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് അല്ല. GMO എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ്, ഇത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ആയതുകൊണ്ട് ഇത് ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇപ്പോഴില്ല. അത് മാത്രമല്ല ഇതിൻ്റെ വിത്ത് ഇഷ്ടംപോലെ RGCA, രാജീവ് ഗാന്ധി സെന്റർ ഓഫ് അക്വാകൾച്ചർ, അവരുടെ വിജയവാഡയിലുള്ള ഹാച്ചറിയിൽ ഇഷ്ടംപോലെ ലഭ്യമാണ്. ആവശ്യമനുസരിച്ച് ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് വേണമെങ്കിലും ഇപ്പോൾ കേരളത്തിൽ വേണമെങ്കിൽ ബ്രീഡിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിനും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കേരളത്തിലെ ഓരുജലങ്ങളിൽ വിപണി നല്ലതാണെങ്കിൽ കേരളത്തിലെ ഓരുജലങ്ങളിൽ കൂട് കൃഷിക്ക് പറ്റിയ ഒരു മത്സ്യം തന്നെയാണ് ഈ ഗിഫ്റ്റ് തിലാപ്പിയ. അതേപോലെ പൊമ്പാനോ പാരവർഗത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് പൊമ്പാനോ. അത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് അതിന്റെ വിത്തുൽപാദനത്തിൽ ആദ്യമായി മണ്ഡപം സെന്ററിൽ വെച്ച. തോന്നുന്നു സാർ അതിന്റെ പിന്നിൽ വളരെ പ്രധാന ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് പൊമ്പാനോയുടെ വിത്തുൽപാദനത്തിന്. പൊമ്പാനോ, കോബിയ രണ്ട് മത്സ്യങ്ങളുടെ വിത്തുൽപാദനം ഇപ്പോൾ ഞങ്ങളുടെ ഒരു ടീമാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പം നമ്മൾ കാണിക്കുന്നത് പൊമ്പാനോയുടെ, ഈ കാണുന്നത് പൊമ്പാനോ പാരവർഗത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് പൊമ്പാനോ. കേരളത്തിലെ ഓരോ ജലാശയങ്ങളിലേക്ക് പറ്റിയ ഒരു മത്സ്യമാണ്. നല്ല വിപണി സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പറ്റിയ ഒരു മത്സ്യമാണ്. അതേപോലെ തന്നെ കലവർഗത്തിൽപ്പെട്ട ചില മത്സ്യങ്ങളും ഓരുജല കൃഷിക്ക് പറ്റിയതാണ്. കാരണം സമുദ്രജല മത്സ്യങ്ങളാണെങ്കിലും അതിന് ഈ സലനിറ്റി, അതായത് ലവണ സാന്ദ്രത ടോളറന്റ് ആണ്, അതുകൊണ്ട് പറ്റും. അതേപോലെ ചെമ്പല്ലി, മാംഗ്രൂവ് റെഡ് സ്നാപ്പർ എന്ന് പറയും. അപ്പോൾ അതും കേരളത്തിലെ ഓരുജല മത്സ്യകൃഷിക്ക് പറ്റിയ, കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു മത്സ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശം, നമ്മൾ സെലക്ട് ചെയ്യുന്ന മത്സ്യങ്ങൾ നമ്മൾ കേജ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായി നോക്കി തിരഞ്ഞെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഇനി നമുക്ക് കൃഷി ദർശനിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. കൃഷി ദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30, വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05. മത്സ്യത്തെ തിരഞ്ഞെടുക്കുന്നത് അവയുടെ ഭക്ഷണ രീതി, കാര്യക്ഷമമായ ഭക്ഷണ പരിവർത്തന കഴിവ്, വളർച്ച, ഹാർഡ്നെസ്, രോഗപ്രതിരോധ ശക്തി എന്നിവയെ അടിസ്ഥാനമാക്കി വേണം. നല്ല വിൽപ്പന സാധ്യതയുള്ള മത്സ്യ ഇനങ്ങളെ മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കാവൂ. കാളാഞ്ചി, കരിമീൻ, തിരുത, കണമ്പ്, കലവ, തിലോപ്പിയ, പാര, വിളമീൻ മുതലായ ഇനങ്ങൾ ഒരു ജലത്തിലെ കൃഷിക്ക് പറ്റിയവയാണ്. ഹാച്ചറികളിൽ നിന്നല്ലാതെ കായൽ പോലുള്ള ജലാശയങ്ങളിൽ നിന്നും അനുയോജ്യമായ മത്സ്യക്കുഞ്ഞുങ്ങളെ ആവശ്യമായ അളവിൽ ശേഖരിച്ചും കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂട്ടിലെ മത്സ്യങ്ങളുടെ വായുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കണം കൊടുക്കുന്ന തീറ്റയുടെ വലിപ്പം. കൃഷിയുടെ ആരംഭത്തിൽ ദിവസം 3 നേരവും പിന്നീട് ദിവസം 2 നേരവും തീറ്റ ആവശ്യമായ അളവിൽ നൽകേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ജലത്തിലെ കൂട് മത്സ്യകൃഷി ചെറിയ രീതിയിൽ നടത്തുന്നവരുണ്ട്. ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിച്ചെടുത്താൽ
അധിക മത്സ്യ ആവശ്യകതയെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും. ഒരു ജല മത്സ്യകൃഷിക്ക് യുക്തമായ സ്ഥലങ്ങൾ കണ്ടെത്തുക, സാങ്കേതിക മികവോടെ കൂടിയ കൂടുകൾ സ്ഥാപിക്കുക, അതിവേഗം വളരുന്ന മത്സ്യങ്ങളെ തിരഞ്ഞെടുക്കുക, ചെലവ് കുറഞ്ഞ തീറ്റയുടെ ഉത്പാദനം ഏർപ്പെടുത്തുക തുടങ്ങിയവ ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ ഒരു ജലത്തിലെ കൂട് മത്സ്യകൃഷി വികസനത്തിന് ആക്കം കൂട്ടുന്നവയാണ്. നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ സാർ, ഇപ്പോൾ കാണിച്ച കുറേ മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും മത്സ്യങ്ങളാണ് നമ്മൾ സാധാരണ ഒരു ജലത്തിലെ കൂട് കൃഷിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മത്സ്യങ്ങൾ. അപ്പോൾ മത്സ്യങ്ങളുടെ കാര്യം സാറ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വിത്ത് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്നാണെന്ന് പറയാം. ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. ഇപ്പോൾ ഏത് മത്സ്യകൃഷിക്കും സീഡ്, ഫീഡ്, ഫാമിംഗ് പ്രാക്ടീസ് ഞങ്ങൾ പറയും. അതായത് വിത്ത്, അതിനുള്ള തീറ്റ, പിന്നെ അത് കൃഷി ചെയ്യുന്ന രീതികൾ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വർഗവും ഏത് മീനും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ അനുയോജ്യമായി മത്സ്യങ്ങളുടെ വിത്തുകൾ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പെന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാളാഞ്ചിയുടെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. അതേപോലെ പൊമ്പാനോ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. കോബിയ, മോദ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. എന്നാൽ ഇപ്പോൾ ആവശ്യമായ അളവിൽ നമുക്ക് ഇപ്പോൾ ഒരു കർഷകന് ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുള്ള സമയത്ത് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് ദൗർലഭ്യം തന്നെയാണുള്ളത്. കാരണം ഈ സാങ്കേതിക വിദ്യ ഉള്ള മത്സ്യങ്ങളുടെ വിത്തുൽപാദനത്തിൽ പോലും വ്യാപകമായ രീതിയിൽ ഒരു സ്വകാര്യ സെക്ടറിലോ ഒന്നും ഈ ഹാച്ചറികൾ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം. ഇപ്പോഴും നമ്മൾക്ക് കാളാഞ്ചിയുടെ വിത്തുകൾ വേണമെങ്കിൽ ഒന്നിൽ സിബ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ, ചെന്നൈയിലുള്ള ICARന്റെ കീഴിലുള്ള അവിടെ നിന്ന് ലഭിക്കണം. അല്ലെങ്കിൽ രാജീവ് ഗാന്ധി സെന്റർ ഓഫ് അക്വാകൾച്ചർ, അവരുടെ തമിഴ്നാട്ടിലെ ശീർക്കാഴിക്കടുത്തുള്ള തൊടുവായിൽ നിന്ന് ലഭിക്കണം. അപ്പോൾ ഈ ഗവൺമെന്റ് ഹാച്ചറികൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ ഒരു കർഷകന് ആവശ്യമനുസരിച്ചുള്ള വിത്ത് ലഭിക്കുന്നതിന് ഇത് തടസ്സമായി വരികയാണ് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട 1-2 മത്സ്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പൂമീൻ, കണമ്പ്, ഇതിനൊന്നും ശരിക്കും സാങ്കേതിക വിദ്യ തന്നെ ആ വാണിജ്യ അളവിൽ വികസിച്ച് വന്നിട്ടില്ല. അപ്പോൾ അതിനുള്ള ഗവേഷണങ്ങൾ നമുക്ക് സംസാരത്തിലേക്ക് മടങ്ങി വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ 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 കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് എൽദോസ് എന്നാണ്. എവിടുന്നാണ്? എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം സാർ. സാർ, എന്റെ സംശയം എന്താണെന്ന് വെച്ചാല് ഈ കൂട് മത്സ്യകൃഷി നമുക്ക് പുഴകളിൽ ചെയ്യാൻ പറ്റുമോ? പുഴകളിൽ ഒഴുക്കിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒഴുക്ക് കേജ് നമുക്ക് മൂറ് ചെയ്ത് നിർത്തുന്നതിന് പറ്റിയ രീതിയിലുള്ള ഒഴുക്ക്, പിന്നെ ഈ ഒഴുക്ക് സഹിക്കാവുന്ന തരത്തിലുള്ള മത്സ്യങ്ങൾ, ഇത് രണ്ടുമാണ് പ്രധാന ഘടകം. ഇപ്പോൾ റണ്ണിങ് വാട്ടറിലും കേജ് കൾച്ചർ ചെയ്യാം. പക്ഷേ ഇത് 2 ഘടകങ്ങളാണ്. ഈ 2 പ്രധാന ഘടകങ്ങൾ. ഒന്ന്, ജലത്തിന് എത്രത്തോളം ഒഴുക്കുണ്ട്, അപ്പോൾ അവിടെ നമുക്കൊരു കേജ് മൂറ് ചെയ്ത് നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. രണ്ടാമത്, ഈ ഒഴുക്കിനെ ഈ മത്സ്യങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ, സഹിച്ച് അതിന് വളരാൻ പറ്റുമോ എന്നുള്ള ഈ 2 ഘടകങ്ങളും ഉണ്ടെങ്കിൽ ചെറിയ ഒഴുക്കുള്ള നദികളിൽ പോലും കേജ് സ്ഥാപിക്കുന്നതിന് തടസ്സമില്ല. അതെല്ലേ? അല്ല, ഇപ്പൊ ഒഴുക്ക് കുറവാണെങ്കിലും ചിലപ്പോ മഴക്കാലത്ത് ഒഴുക്ക് കൂടാൻ സാധ്യതയുണ്ടല്ലോ. ആ സമയത്തായാലും നമ്മൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? തീർച്ചയായും അതൊരു പ്രായോഗികമായിട്ടുള്ള നമ്മൾ ഒരു ഐഡിയ വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഏതെങ്കിലും മഴക്കാലം കൂടെ ഉള്ളതുകൊണ്ട് മഴക്കാലത്ത് ഒഴുക്ക് വർദ്ധിച്ചു വരികയാണെങ്കിൽ നമ്മളുടെ കേജ് സിസ്റ്റം മൊത്തത്തിൽ നശിച്ചു പോകുന്ന രീതിയിലോ മത്സ്യങ്ങൾക്ക് ആ കൂടിനകത്ത് പിന്നെ വളരാനുള്ള സാഹചര്യം ഇല്ലാതെ ഒരവസ്ഥ, അല്ലെങ്കിൽ ടർബിഡിറ്റി മഴക്കാലത്ത് അത്രയധികം കൂടുന്ന സാഹചര്യം, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും മത്സ്യങ്ങളെല്ലാം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളിലൂടെ കണക്കിലെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഏരിയയിലെ ചെയ്യുന്ന മാസങ്ങളിലുള്ള ഈ ഘടകങ്ങളെല്ലാം കൂടെ നമ്മൾ കണക്കിലെടുത്താൽ മാത്രമേ നമുക്ക് വിജയകരമായി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാർ. അത് നമ്മളിപ്പോ ഈ ഒഴുക്കിന്റെ ഇത് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുക? നമ്മളത് എങ്ങനെ ചെക്ക് ചെയ്യാ? ഒഴുക്കിന്റെ ഇത് ചിലപ്പോ ശരിക്കും ഒഴുക്ക് ഇളക്കുന്നതിനുള്ള കറണ്ട് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ അതൊന്നും അത്രയൊന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ഉദ്ദേശം ഒരു നമ്മൾ കൃഷി ചെയ്യുന്ന മാസങ്ങളിൽ പ്രായോഗികമായിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും.
ആ രീതിയിൽ ഇപ്പോൾ കടലിലെ ജലാശയങ്ങൾ കടലിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഈ കറണ്ട് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ 60 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 60 സെന്റിമീറ്റർ പെർ സെക്കൻഡ് കൂടുതലാണ് ഒഴുക്കെങ്കിൽ ഒരിക്കലും ആ സ്ഥലത്ത് നമുക്ക് കേജ് ഫാമിംഗ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഇവിടെ നദികളിലൊന്നും ഒരിക്കലും അത്രയുള്ള കറണ്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ കൃഷി ചെയ്യുന്ന മത്സ്യത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒഴുക്ക് ഒരു പ്രായോഗിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറച്ചൊരു സ്റ്റഡി ആ ഒരു സമയത്ത് ഒരു പഠനം നടത്തിയ ശേഷം തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ചില മത്സ്യങ്ങൾ ഇപ്പോൾ ഹിൽസയെ പറ്റി പറയാറുണ്ട്. ഹിൽസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കുള്ള സ്ഥലങ്ങളിലാണ് കേജുകൾ സ്ഥാപിച്ച് ഹിൽസ വളർത്തുന്നത്. അപ്പൊ അങ്ങനെ ചില മത്സ്യങ്ങൾക്ക് അങ്ങനെ ഒഴുക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ അവിടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒഴുക്കുള്ള സ്ഥലത്ത് നമ്മൾ കേജ് നിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. അത് അങ്ങനെ നിർത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അതിനനുയോജ്യമായ മത്സ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് അനുയോജ്യമായ മത്സ്യങ്ങൾ എന്തൊക്കെയാണ്? പുഴകളിൽ ഇപ്പൊ ഒരു വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ പുഴവെള്ളത്തിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ ശരിക്കും ഞാനിപ്പോ നേരത്തെ പറഞ്ഞ മത്സ്യങ്ങളെല്ലാം ശരിക്കും പൂർണ്ണമായും ഒരു ഒഴുകുള്ള ജലത്തിൽ ഒഴുക്കുള്ള ഒരു നദി പോലെയുള്ള ജലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതല്ല. അത് ശുദ്ധജല മത്സ്യങ്ങളാണ് കൂടുതലും. ശുദ്ധജല മത്സ്യങ്ങളുടെ എല്ലാ ഇനങ്ങളെയും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓരുജല മത്സ്യങ്ങളൊന്നും അങ്ങനെ ഒഴുക്കുള്ള ഒരു നദിയിൽ കേജ് സ്ഥാപിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന മത്സ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ മത്സ്യങ്ങളൊന്നും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ അത്രയും വിജയകരമായി ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ സാർ, നമ്മളിപ്പോ ഇത് വേറെ സംശയമാണേ. നമ്മൾ ഓരുജലത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് വേണ്ട നിയമസാധുതകളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുക? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം ഞാനത് അവസാനം പരാമർശിക്കാനിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ഇത്രയും നമ്മൾ ഓരുജല കൃഷി വികസനത്തെ പറ്റിയും മത്സ്യകൃഷി വികസനത്തെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഒരു റെഗുലേറ്ററി നിയമങ്ങളോ ഈ സ്ഥലത്തിന് ലീസിംഗ് പോളിസി, അതായത് പാട്ട നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കുറേ നീക്കങ്ങൾ അതിന് വേണ്ടി നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു നിയമ നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംരംഭകന് വളരെ എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു ലീഗൽ അല്ലാത്ത ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന പോലെ ഒരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇപ്പോൾ ഒരു സംരംഭകന്, ഒരു ചെറുകിട സംരംഭകന് ഒരിക്കലും അവർ എൻവയോൺമെന്റൽ മിനിസ്ട്രിയുടെയോ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി സാങ്ഷൻ വാങ്ങിക്കൊണ്ടൊന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ല ഉള്ളത്. അത് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുള്ളൂ, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇങ്ങനെയുള്ള പെർമിഷൻ കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഈ ഓരുജല മത്സ്യകൃഷിക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്. സാർ താങ്ക് യു. സാറിന്റെ നമ്പർ സാറ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാറോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സാറിനോടുള്ള കൂടുതൽ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാവുന്നതാണ്. സാറിന്റെ നമ്പർ പരിപാടിയുടെ അവസാനം എഴുതി കാണിക്കും. വിളിച്ചതിന് നന്ദി. സാർ, നമ്മളപ്പോൾ മീനിന്റെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ മീനിന്റെ വലിപ്പം അനുസരിച്ച് അതിന്റെ ഈ വലയുടെ കാര്യം സാറ് പറഞ്ഞല്ലോ, ഈ കേജിന്റെ വല, ആ വലയ്ക്ക് നമ്മൾ എത്ര കേജ് വേണം? ഒരു ഫിഷിനെ നമ്മൾ സീഡ് കൊണ്ടിട്ട് അത് വളർന്ന് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ നമുക്ക് എത്ര കൂട് വേണം? ഇപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. അതായത് നമ്മളിപ്പോൾ കൂടുതൽ ഒരു മത്സ്യകൃഷി തുടങ്ങുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെയാണല്ലോ നമ്മൾ അതിൽ നിക്ഷേപിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മത്സ്യക്കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് ചെറിയ കണ്ണികളുള്ള കൂടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ കണ്ണികളുള്ള വല കൊണ്ടുള്ള കൂടുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അല്ലെങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വെളിയിലേക്ക് തീർച്ചയായും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കുറേ ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് വളർച്ച ഉണ്ടാകുന്നു. ആ സമയത്ത് ഈ ചെറിയ കണ്ണികളുള്ള കൂടുകളിൽ കൂടെ കിട്ടുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് അതിന് മതിയാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓക്സിജന്റെ പ്രശ്നം ഇങ്ങനെ പലതുകൊണ്ട് അപ്പോൾ ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ഈ ഈ വലകളെ മാറ്റുന്ന ഒരു സംവിധാനമുണ്ട്. വല മാറ്റുക എന്ന് പറയുമ്പോൾ നെറ്റ് കേജ് എക്സ്ചേഞ്ച് എന്നാണ് അതിന് പറയുന്നത്. കുറച്ച് വലിയ കണ്ണിയുള്ള വല മീനുകളെ മാറ്റാതെ ഈ പഴയ കൂടിന്റെ പുറത്തുകൂടെ അതിനെ കവർ ചെയ്ത ശേഷം ഉള്ളിലുള്ള കൂട് എടുത്തു മാറ്റുന്ന ഞാൻ അതിന്റെ ഒരു കാണിക്കാം. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഒരു 10 മാസത്തെ കൃഷിയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വല മാറ്റൽ ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടെ നമ്മളുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കും. അത് കാണിക്കാം. ഇപ്പൊ അതിനു മുമ്പേ നമ്മൾ നേരത്തെ മുഴുമിക്കുക, ഇപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യ അത്ര ലളിതമെന്ന് പറയാൻ നോക്കില്ല. കാരണം അത് പ്രത്യേകിച്ചും ഓരോ ജലാശയങ്ങളിലും സമുദ്ര മത്സ്യങ്ങളുടെ ഉൽപാദനവും മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉൽപാദനവും കുറേയധികം സാങ്കേതിക വിദ്യ ആവശ്യമുള്ളതാണ്.
അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ഈ ഇപ്പോൾ ഉദാഹരണമായി ഈ ഇണമത്സ്യങ്ങളെ ഉണ്ടാക്കിയെടുക്കൽ, അതിനെ സെലക്ട് ചെയ്യണം, ആദ്യം നല്ലത് നോക്കി സെലക്ട് ചെയ്ത് ഡെവലപ്മെന്റ്, അതിന് ഇണമത്സ്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്, അത് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മുട്ടകൾ പാകമായിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് കാനലേഷൻ വഴി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് പാകമായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് അതിനെ ഹോർമോൺ കുത്തിവെച്ചിട്ട് അതിൻ്റെ മത്സ്യങ്ങളുടെ സ്പോണിങ്, അതിൻ്റെ മുട്ട വിരിയിക്കുന്ന മുട്ട വെളിയിൽ വരുന്നതിനുള്ള ഹോർമോണൽ ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഇതാണ് ആ വലയിൽ കൂടെ മുട്ട വന്നിരിക്കുന്നത്. മുട്ടയിട്ട മുട്ടകളെല്ലാം വലയിൽ കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് ചെറിയ ഇപ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് ഇതിനെ വളർത്തി ഇത് അതിൻ്റെ ഹാച്ച് ചെയ്ത് വരുന്ന വളരെ ചെറിയ സൈസ് ആയിരിക്കും. അപ്പോൾ അതിനെ പിന്നീട് ജീവനുള്ള ഇരജീവികൾ നമ്മൾ എത്ര സൈസ് വെച്ചാണ് നമ്മൾ ഹാച്ചറി വാങ്ങുന്നിടത്തുനിന്ന് ഈ വിത്തിന്റെ ഏത് സൈസ് ആകുമ്പോഴാണ് നമ്മൾ ഈ കേജിലേക്ക് ഇടാൻ പറ്റുന്ന മിനിമം സൈസ്? ഇപ്പോൾ മിനിമം സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ മത്സ്യത്തിനും സൈസ് വ്യത്യാസപ്പെടും. ഇപ്പോൾ ഈ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളാകുമ്പോൾ ഇതിപ്പോൾ നമ്മൾക്ക് ഹാച്ചറിയിൽ നിന്ന് കിട്ടുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ഉടൻ തന്നെ കൊണ്ടുപോയി കേജ് ഫാമിങ്ങിൽ നിക്ഷേപിച്ചാൽ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. അതിന് നമുക്കൊരു നഴ്സറി റിയറിംഗ് എന്ന് പറയും. ഒരു നഴ്സറി റിയറിംഗ് പ്രോസസ്സിന് ചെറിയ ഈ കായലിൽ തന്നെ സ്ഥാപിക്കാവുന്ന ചെറിയ ഹാപ്പുകളുണ്ട്. ഹാപ്പുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കൂടുകളിൽ നിന്ന് അർത്ഥമുള്ളൂ. അതിൽ വെച്ചിട്ട് മത്സ്യക്കൂട്ടിലേക്ക് സ്റ്റോക്ക് ചെയ്യാവുന്ന സൈസിലേക്കുള്ള ഫിംഗർ ലിങ്സ് വരെ അവിടെ വെച്ചിട്ട് പിന്നെ കേജിലേക്ക് മാറ്റും. അതായിരിക്കും നല്ലത്. കാരണം ഒരു നഴ്സറി ഫേസിലേക്ക് കൂടെ കടന്ന് ആ നഴ്സറിയിൽ നിന്ന് നമ്മൾ തിരിച്ച് വിഷ്വൽ കാണിക്കാം. അപ്പോൾ ഇതാണ് ഹാച്ചറിയിൽ നിന്ന് കിട്ടുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ. ഇപ്പോൾ പൊമ്പാനോ എന്ന് പറയുന്ന മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങളാണ്. അത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഹാപ്പ, നഴ്സറി ഹാപ്പ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന കായലിൽ ചെറിയ ഇത് കാരണം ഒരു മാസമോ അല്ലെങ്കിൽ 25 ദിവസമോ 30 ദിവസമോ ഒക്കെ മതിയാവും നഴ്സറി റിയറിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ വളർത്തുമ്പോഴത്തേക്ക് അതിന് സ്റ്റോക്കിങ്ങിനുള്ള ഒരു സൈസ് ആവുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റോക്കിങ്ങിനുള്ള സൈസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഇതും ഒരു നഴ്സറി സിസ്റ്റമാണ്. അതിനെ നമുക്ക് കൂടുകളിലേക്ക് വളർത്തുന്ന കൂടുകളിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഹാച്ചറിയിൽ നിന്നുള്ള വാങ്ങി നഴ്സറി പ്രോസസ്സും കൂടെ നഴ്സറി റൈയും കൂടെ ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പം അതിന്റെ വളർച്ചയുടെ ഘട്ടം അനുസരിച്ച് ഒരു 8 മാസം വരെ എടുക്കുന്ന ഹാർവസ്റ്റ് ചെയ്യാൻ 8 മാസം വരെ എടുക്കും എന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 കേജെങ്കിലും അത് മാറ്റി അതിന്റെ വലയുടെ കണ്ണിയും എല്ലാം വലിപ്പത്തിലാക്കിയിട്ട് നമ്മൾ മാറ്റി കൊണ്ടുപോകണം. തീർച്ചയായും നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 10 മാസത്തെ കൂടുമത്സ്യ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും നെറ്റ് കേജ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സാർ, അപ്പം ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഫിഷിന് കേജിൽ വളർത്തുന്ന ഫിഷിന് നമ്മൾ എന്താണ് ഫീഡായിട്ട് കൊടുക്കുന്നത്? ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ ലഭ്യതയും രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മത്സ്യങ്ങളുടെ തീറ്റയാണ്. ഇപ്പോൾ ശുദ്ധജല മത്സ്യങ്ങളായ കാർ പോലെയുള്ള മത്സ്യങ്ങൾക്ക് തീറ്റ വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമാണ്. ഇപ്പോൾ ചെമ്മീൻ വളർത്തുന്നതിനുള്ള തീറ്റ ഇതൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമാണ്. പക്ഷെ അതേസമയം നമ്മൾക്ക് മത്സ്യകൃഷി അത്രത്തോളം വ്യാപകമായി വരാത്തതുകൊണ്ട്, അതായത് ഓരുജല മത്സ്യകൃഷിയോ സമുദ്രജല മത്സ്യകൃഷിയോ അത്രത്തോളം വ്യാപകമായി വരാത്തതുകൊണ്ട് ഇപ്പോൾ ഈ വാണിജ്യാടിസ്ഥാനത്തിൽ തീറ്റയുടെ ലഭ്യത ഒരു പ്രശ്നമാണ്. സാർ, ഒരൊറ്റ ചോദ്യം കൂടി, ഈ നമ്മുടെ സമയം ഏകദേശം ആയിരിക്കണം. അപ്പം ഈ ഒരു മേഖലയിലെ ഭാവിയിലെ നമ്മുടെ വികസനത്തിന്റെ വഴികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഈ ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമുക്ക് റെഗുലേറ്ററി ആയിട്ടുള്ള നിയമങ്ങൾ, ഈ പാട്ടം ലീസിംഗ് പോളിസി ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതില്ലാതെ ഒരു സംരംഭകന് ഇതിലേക്ക് വരാൻ വളരെയധികം നിയമ നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ലീസിംഗ് പോളിസീസ്. അപ്പോൾ വിദഗ്ധ സംഘം കുറേ സ്ഥലങ്ങൾ നിശ്ചയിച്ച ശേഷം ആ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് ആ സ്ഥലങ്ങളിലേക്ക് ലീസ് ചെയ്യാനുള്ള ഒരു പോളിസി. രണ്ടാമത് കുഞ്ഞുങ്ങളുടെയും തീറ്റയുടെയും ലഭ്യത. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഓരുജല മത്സ്യകൃഷി, കൂടുതൽ മത്സ്യകൃഷി കേരളത്തിൽ നല്ല തോതിൽ വികസിപ്പിച്ച് ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് ഒരു അധിക വരുമാന മാർഗമായി സമീപഭാവിയിൽ തീർച്ചയായും സാധിക്കും. അപ്പോൾ ഇനിയും ധാരാളം പ്രേക്ഷകർക്ക് ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും നമ്മുടെ സമയപരിമിതി കാരണം ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ നിർവാഹമില്ല. സാറിൻ്റെ അഡ്രസ്: ഡോക്ടർ ജി ഗോപകുമാർ, എമറിറ്റസ് സയൻറ്റിസ്റ്റ്, CMFRI, വിഴിഞ്ഞം, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9447587283. ഇതിലും പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി.
സാറിന് ഞങ്ങൾ ഇത്രയും വിലപ്പെട്ട സമയം സാർ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളോട് സഹകരിച്ച് ഇത്രയും വളരെ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരിച്ച് ശരിക്കും ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെ തന്നെ സാറിന് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. സാറിന് നന്ദി. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂറിയയുടെ വിൽപ്പനയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ കർശന നടപടി. മത്സ്യഫാമുകളുടെ നിർമ്മാണത്തിന് ധനസഹായം. തേനീച്ച വളർത്തലിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതിനായി അനുവദിക്കുന്ന യൂറിയ കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്കെതിരെ കൃഷിവകുപ്പ് കർശന ശിക്ഷാ നടപടി കൈക്കൊള്ളുമെന്ന് കൃഷി ഡയറക്ടർ അറിയിച്ചു. യൂറിയയുടെ വിതരണത്തിൽ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്തതായി കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട വിതരണക്കാരുടെയും വിൽപ്പനക്കാരുടെയും രജിസ്ട്രേഷൻ ഉടനടി റദ്ദാക്കുകയും ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡർ പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. യഥാർത്ഥ കർഷകർക്ക് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യം ഇല്ലാതാക്കി കാർഷികേതര ആവശ്യങ്ങൾക്കായി യൂറിയ വിതരണം ചെയ്യുന്നതും വിൽക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എല്ലാവരും തയ്യാറാകണമെന്നും കൃഷി ഡയറക്ടർ അറിയിച്ചു. അക്വാപോണിക്സിനെയും ഹൈഡ്രോപോണിക്സിനെയും സംബന്ധിച്ച സാങ്കേതിക വിദ്യകളും രൂപകൽപ്പനകളും കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂരിലുള്ള ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റിൽ വികസിപ്പിച്ചിട്ടുണ്ട്. അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ് എന്നീ കൃഷിരീതികളിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7025498850. കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിലുള്ള കൊച്ചിയിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന ഏജൻസി മത്സ്യഫാമുകളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു. മത്സ്യഫാമുകളുടെ നിർമ്മാണത്തിന് പരമാവധി ചെലവിന്റെ 25% അല്ലെങ്കിൽ ഹെക്ടറിന് പരമാവധി 75,000 രൂപ നിരക്കിലാണ് സഹായം നൽകുക. കൂട് കൃഷി, ചെമ്മീൻ, മത്സ്യ ഹാച്ചറി നഴ്സറി, മത്സ്യഫാമുകളുടെ പുനരുദ്ധാരണം എന്നിവയ്ക്കും ധനസഹായം നൽകുന്നുണ്ട്. അപേക്ഷാ ഫോറം സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന ഏജൻസിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. വെബ്സൈറ്റ് www.mpeda.gov.in. ഫോൺ നമ്പർ 048423333001. പത്തനംതിട്ട നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ വിഗോവ ഇനത്തിൽപ്പെട്ട താറാവിൻ കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഒരു വിഗോവ താറാവിൻ കുഞ്ഞിന് 40 രൂപയാണ് വില. ഫോൺ നമ്പർ 046927111898. തേനീച്ച വളർത്തലിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ഏകദിന പരിശീലനം 2017 ഏപ്രിൽ 10 കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള അധിക വരുമാന മാർഗം എന്ന നിലയ്ക്കാണ് തേനീച്ച വളർത്തലിൽ റബ്ബർ ബോർഡ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പരിശീലന ഫീസ് 400 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് 50% ഫീസ് ഇനത്തിൽ ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 048123511313. ടാപ്പിംഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി റബ്ബർ ബോർഡ് നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അറിയാൻ റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററിൽ വിളിക്കാം. കോൾ സെന്റർ നമ്പർ 048125766622. കേരള കാർഷിക സർവകലാശാല നൽകുന്ന കാർഷിക വിള പരിപാലന നിർദ്ദേശങ്ങൾ. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നത് കൊമ്പുണക്കം എന്ന രോഗം നിമിത്തമാണ്. ഒരുതരം കുമിളുകളാണ് രോഗത്തിന് കാരണം. മാവിൻ കൊമ്പുകളിൽ ഉണക്കം എവിടെ വരെ എത്തിയിട്ടുണ്ടോ അതിന് 1 ഇഞ്ച് താഴെ വെച്ച് മുറിച്ചു മാറ്റുക. അതിനുശേഷം ബോഡോ മിശ്രിത കുഴമ്പ് പുരട്ടണം. 100 ഗ്രാം നീറ്റുകക്ക 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. 100 ഗ്രാം തുരിശ് 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കുക.
ഇവ രണ്ടും കൂടി നന്നായി ലയിപ്പിച്ചെടുക്കുന്നതാണ് ബോഡോ മിശ്രിത കുഴമ്പ്. 1% വീര്യത്തിൽ തയ്യാറാക്കിയ ബോഡോ മിശ്രിതം ഒട്ടുമാവിൻ തൈവിൽ മുഴുവൻ നനയും വിധം തളിക്കണം. 100 ഗ്രാം നീറ്റുകക്ക 5 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. 100 ഗ്രാം തുരിശ് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. തുരിശുലായനി കക്കലായനിയുമായി കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന കലക്കിയെടുത്താൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതമായി. ഒട്ടുമാവിൽ കൂടുതൽ മാങ്ങ ഉണ്ടാവാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ കലക്കി മാവിൽ തളിക്കുന്നതും നല്ലതായിരിക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,800 രൂപ, കോഴിക്കോട് 13,800 രൂപ, തൃശൂർ 13,100 രൂപ. കൊപ്ര കൊച്ചി 8,635 രൂപ, കോഴിക്കോട് 9,000 രൂപ, തൃശൂർ 8,875 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 57,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 60,400 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ചുക്ക് ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ സേലം 9,200 രൂപ, മഞ്ഞൾ ഈറോഡ് 9,600 രൂപ. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,600 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,635 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 57,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 60,400 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ചുക്ക് ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 350-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 475-നും 570-നും മധ്യേ. ജാതിപത്രി 500-നും 650-നും മധ്യേ. ഗ്രാമ്പു 725 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,600 രൂപ. ഒട്ടുപാൽ 9,500 രൂപ, ലാറ്റക്സ് 9,200 രൂപ. കമ്പോള അവലോകനം. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ തിളക്കമാർന്ന പ്രകടനങ്ങൾക്ക് ശേഷം വിഷു ഈസ്റ്റർ ഡിമാൻഡിനെ ഉറ്റുനോക്കുകയാണ് നാളികേര ഉൽപ്പന്ന വിപണി. ഉത്സവവേളയിൽ വെളിച്ചെണ്ണ വില ചൂടുപിടിക്കുന്നതിനൊപ്പം കൊപ്രയ്ക്കും പച്ചത്തേങ്ങയ്ക്കും മികച്ച വില ഉറപ്പുവരുത്താനാകും. വരൾച്ച നാളികേര ഉൽപ്പാദനത്തെ ബാധിച്ചത് വിലക്കയറ്റത്തിന് അവസരമൊരുക്കും. കുരുമുളക് അവധി നിരക്കുകളിൽ പൊടുന്നനെ അനുഭവപ്പെട്ട ഉണർവ് വിപണിയുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കുമെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം വ്യാപാരികൾ. പുതിയ സാമ്പത്തിക വർഷത്തിൽ പണത്തിന്റെ ലഭ്യത ഉയരുന്നതോടെ കുരുമുളകിന് ആഭ്യന്തര ആവശ്യം വർദ്ധിക്കാൻ ഇടയുണ്ട്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37.7 25, കൊച്ചി 35.7 25.5, ആലപ്പുഴ 36 27, പുനലൂർ 36.4 25.4, തിരുവനന്തപുരം 34 26.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.